ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്താണ്, എന്തൊക്കെയാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിന്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് അവയിൽ നിക്ഷേപിക്കാം, ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിന്റെ മൊബൈൽ ആപ്സ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എങ്ങനെയൊക്കെ നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. സാമ്പത്തിക സംബന്ധമായ ടോപ്പിക്സിനെ കുറിച്ചുള്ള വീഡിയോസാണ് എന്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്, അവ നിക്ഷേപിക്കുന്നത് പ്രധാനമായിട്ടും ഷോർട്ട് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിലാണ്. അതായത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഗണത്തിൽപ്പെടുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ആണ് ലിക്വിഡ് ഫണ്ട്സ്. 91 ദിവസമോ അല്ലെങ്കിൽ അതിൽ താഴെയോ മെച്യൂരിറ്റിയുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിലാണ് ലിക്വിഡ് ഫണ്ട്സ് നിക്ഷേപിക്കുക. അപ്പം അത് പ്രധാനമായിട്ടും ട്രഷറി ബിൽസ്, ഗവൺമെന്റ് ബോണ്ട്സ്, അതേപോലെ കോൾ മണി, നോട്ടീസ് മണി തുടങ്ങിയവയിലാണ് അവ നിക്ഷേപിക്കുക. ഇങ്ങനെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു റിട്ടേൺ എപ്പോഴും ലിക്വിഡ് ഫണ്ട്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഷോർട്ട് ടൈം ആയിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഇവയുടെ ഫണ്ട്സ് എപ്പോഴും വളരെ ലിക്വിഡ് ആയിരിക്കും. അതായത് പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങളായിരിക്കും ലിക്വിഡ് ഫണ്ട്സ് നടത്തുക. അതുകൊണ്ടാണ് ഇവയ്ക്ക് ലിക്വിഡ് ഫണ്ട്സ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇപ്പം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു സർപ്ലസ് ഫണ്ട് അല്ലെങ്കിൽ അധികമായിട്ടുള്ള ഒരു ഫണ്ട് ലിക്വിഡ് ഫണ്ട്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പെട്ടെന്ന് ആവശ്യം വരികയാണെങ്കിൽ അതുടൻ തന്നെ പിൻവലിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റർ ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ബാക്കി കമ്പാരിറ്റീവ്ലി നമ്മുടെ SBയിലോ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ഒക്കെ നിക്ഷേപിക്കുന്ന നിക്ഷേപത്തിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു നേട്ടം ഈ ലിക്വിഡ് ഫണ്ട്സിൽ നിന്ന് ലഭിക്കുന്നു. നമുക്കൊരു 7 ദിവസത്തെ ടൈം പീരീഡിലുള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിക്വിഡ് ഫണ്ട് വളരെയധികം മെച്ചപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, അതായത് നമുക്ക് കുറച്ചു കാലത്തേക്ക് ആവശ്യമില്ലാത്ത ഒരു എമൗണ്ട് അധികമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ഇടുന്നതിനേക്കാളും നേട്ടം നമുക്ക് ഈ ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എങ്ങനെ നടത്തുന്നു അതേ രീതിയിൽ നമുക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലും നിക്ഷേപിക്കാം. എന്നാൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് കുറച്ചധികം നേട്ടം ഉണ്ടാക്കാനായിട്ട്, അതായത് സാധാരണയുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തെക്കാളും ഒരു മെച്ചപ്പെട്ട രീതിയിൽ നിക്ഷേപിക്കാനായിട്ട് പല ഫണ്ട് ഹൗസുകളും ഇപ്പൊ നമുക്ക് മൊബൈൽ ആപ്സ് ലിക്വിഡ് ഫണ്ട്സിന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് മൊബൈൽ ആപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ബിർള സൺ ലൈഫിന്റെ ഒരു ആപ്പുണ്ട്, ആക്റ്റീവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ Indiabulls മ്യൂച്വൽ ഫണ്ട്സിന്റെ saral എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ആപ്പുണ്ട്. എന്താണ് ഈ ആപ്പുകൾ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിലേക്ക് നിക്ഷേപിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. അതായത് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, UPI ഈ മെത്തേഡുകളിലൂടെയൊക്കെ തന്നെ നമുക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു രീതിയാണ്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നിക്ഷേപിക്കുന്ന എമൗണ്ട് അത് റിഡംഷൻ ചെയ്യാൻ, അതായത് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടാനായിട്ട് ജസ്റ്റ് ഒരു സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന എമൗണ്ടിന്റെ 90% എമൗണ്ട് നമുക്ക് തിരിച്ച് IMBS ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിഡീം ചെയ്യാൻ പറ്റും. 90% അല്ലെങ്കിൽ 50,000 രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം ലിക്വിഡ് ഫണ്ട് ആപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് കുറേയധികം ആപ്പുകൾ കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോ ആപ്പിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കണം ഏതാണ് അങ്ങനെയുള്ള ആപ്പെന്ന്. അപ്പം അതിൽ കയറിയിട്ട് നമുക്ക് അവിടെ കാണാം അബൌട്ട് ദിസ് ആപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ലിക്വിഡ് ഫണ്ട് ആപ്പ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ വാട്ട്സ് ന്യൂ എന്നുള്ളതിൽ ഇൻസ്റ്റന്റ് റിഡംഷൻ ഫെസിലിറ്റിയെ പറ്റി എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വിഡ്രോവൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. അത് IMBS വഴി 50,000 രൂപ വരെ അല്ലെങ്കിൽ 90% ഏതാണോ കൂടുതൽ അത് അത്ര എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഇപ്പോൾ ഇത് SBIയുടെ സ്മാർട്ട് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ള ആപ്പ് എന്ന് പറഞ്ഞിട്ട് ആക്റ്റീവ് അക്കൗണ്ട് ആണ്. അതായത് ആദ്യത്തെ ബിർള സൺ ലൈഫിന്റെ ആക്റ്റീവ് അക്കൗണ്ടിന് 4.2 ഉണ്ട് റേറ്റിംഗ്. അപ്പം അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം.
ഇതിൻ്റെ സെറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അതായത് ആദ്യത്തെ തവണ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ജസ്റ്റ് പാൻ നമ്പറും അതേപോലെ തന്നെ മൊബൈൽ നമ്പർ, അങ്ങനെ അതിലേക്ക് ഒരു OTP വന്നു വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് ഒരു ഇൻവെസ്റ്റ് വിഡ്രോ എന്ന് പറഞ്ഞിട്ട് രണ്ടിതുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എമൗണ്ട് അടിക്കുക. അപ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന നോക്കാം. അതിനുശേഷം റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ ATM കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട്, പിന്നെ നെറ്റ് ബാങ്കിങ്, പിന്നെ UPI എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ. അപ്പോൾ ഞാൻ UPI ആണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ UPI ക്ലിക്ക് ചെയ്യാണ്. UPI ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് ഏതൊക്കെ UPI ആപ്പ് നമ്മുടെ ഫോണിലുണ്ടോ അത് കാണിക്കും. അപ്പം അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗൂഗിൾ പേ വഴിയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പേ 1000 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡ്യുവൽ ആപ്പ് ഉള്ളതുകൊണ്ടാണ് രണ്ടും ചോദിച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മളവിടെ ഗൂഗിൾ പിൻ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കവിടെ UPI പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോടെ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആവുകയും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഏതായാലും തൽക്കാലം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സോ ബാക്ക് അടിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ സെയിം എമൗണ്ട് അടിക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം 100 രൂപ ഒന്ന് വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം വിഡ്രോയിലോട്ട് കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റൻറ്റ് വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാം. അതിന് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതാ മെസ്സേജ് വന്നു. എൻ്റെ അക്കൗണ്ടിൽ 100 രൂപ ക്രെഡിറ്റ് ആയി, ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ആയി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് തിരിച്ചു പോകാം. അവിടെ വേറെ ഉള്ള ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ ICICIയുടെ ആപ്പാണ്. പക്ഷേ അതിന് റേറ്റിംഗ് 2.7 ഉള്ളൂ. പിന്നെ ഉള്ള ഒരു ആപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ സരൽ എന്ന് പറഞ്ഞിട്ട് Indiabulls സരൽ എന്ന് പറഞ്ഞിട്ട് ആപ്പാണ്. അതും നല്ലൊരു ആപ്പാണ്. അത് 4.1 ഉണ്ട് റേറ്റിംഗ്. ഇതിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആണെന്ന് തോന്നുന്നു. കാരണം ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പിന്ന് വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിലും സെയിം ആണ്. വിഡ്രോ ചെയ്യാൻ റൈറ്റിൽ സ്വൈപ്പ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാൻ റൈറ്റിൽ സ്വൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ വിഡ്രോ ചെയ്യാൻ ലെഫ്റ്റിൽ സ്വൈപ്പ് ചെയ്യുക. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ആപ്പാണ്. അപ്പോൾ ഈ ആപ്പിൽ നമുക്കൊരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 1000 രൂപ എന്നാണ് പറയുന്നത്. ഓരോ ആപ്പിനും അല്ലെങ്കിൽ ഓരോ മ്യൂച്വൽ ഫണ്ടിനും ഓരോ എമൗണ്ട് ആയിരിക്കും. ഇതിപ്പോൾ Indiabulls ഇതിൽ 1000 രൂപയാണ്. പക്ഷേ ആദിത്യ ബിർള സൺ ലൈഫ് ആക്റ്റീവ് അക്കൗണ്ടിൽ, നമ്മൾ നേരത്തെ നോക്കിയ അക്കൗണ്ടിൽ അതിൽ 500 രൂപയാണ്. നമുക്കിതിലപ്പോൾ ചെറിയൊരു എമൗണ്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ UPIയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഉള്ള ആപ്പുകളൊക്കെ കാണിക്കും, UPI ആപ്പുകൾ. അപ്പോൾ ഞാൻ ഫോൺ പേ തൽക്കാലം എടുക്കുകയാണ്. ഫോൺ പേ എടുത്തിട്ട് നമുക്കതിൽ സെൻഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുക്കാം. നിങ്ങളിതുവരെയും ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവയൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ UPI പിൻ അടിച്ചു. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, ക്യാഷ് പോയി. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും വന്നു. ഓക്കെ, യു ഹാവ് ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നു. നമ്മൾ ഈ പ്ലേ സ്റ്റോറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെയും കുറേയധികം ആപ്പുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഓൾറെഡി ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന്. അത് എങ്ങനെയുണ്ട് അതിൻ്റെ റിവ്യൂ എന്നുള്ളതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഇതിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് യൂസ് ചെയ്യുന്നതിന് ശേഷം ഈ വീഡിയോയുടെ കമൻറ്റിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും അത് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അതും ചോദിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ശമ്പള വരുമാനക്കാരനായ സാലറീഡ് ആയിട്ടുള്ള ഒരാളുടെ കേസ് എടുക്കാം.
അയാളുടെ ഫസ്റ്റ് അയാൾക്ക് സപ്പോസ് 1-ാം തീയതി എല്ലാ മാസം 1-ാം തീയതി അയാൾക്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് സേവിങ്സ് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു, അല്ലെങ്കിൽ അയാളുടെ സാലറി വരുന്നു. അയാൾക്കൊരു EMI ഉണ്ട്, ഒരു ഹൗസിംഗ് ലോൺ EMI. ഇപ്പൊ സപ്പോസ് അയാൾക്കൊരു 50,000 റുപ്പീസ് ആണ് ടോട്ടൽ സാലറി വരിക. അതിലൊരു 25,000 EMI ആയിട്ട് അയാൾക്ക് അടയ്ക്കണം എന്നുണ്ട്. ആ EMIയുടെ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു 25th മറ്റോ ആണെങ്കിൽ അയാൾക്ക് ഈ 1-ാം തീയതി വരുന്ന സാലറി അത് 25th വരെ അയാളുടെ SBയിൽ കിടക്കുകയാണ്. അപ്പോൾ SBയിൽ അയാൾക്ക് കിട്ടുന്നത് ഒരു 3.5% പലിശയാണ്. അതേസമയം ഈ 25,000 അയാളുടെ ഈ മ്യൂച്വൽ ഫണ്ട്, ലിക്വിഡ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിനുശേഷം ഒരു 24ാം തീയതിയോടുകൂടി ഈ ഇൻസ്റ്റന്റ് റിഡംഷൻ മെത്തേഡ് ഉപയോഗിച്ച് തിരിച്ച് SB അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഏകദേശം 24 ദിവസത്തേക്ക് 7% പലിശ കിട്ടും. അപ്പൊ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈ 12 മാസവും ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 24,000 അല്ല 25,000 എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. സാധാരണ SBയിൽ ഇടുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് അയാൾക്ക് ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം പറഞ്ഞതുപോലെ തന്നെ 25,000 EMI ഉള്ളത് അതൊരു പക്ഷെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ ഓർക്കാതെ എടുത്ത് ചെലവാക്കി പോയേക്കാം. അതിനുശേഷം നമ്മുടെ EMI ഡേറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫണ്ട് ഇല്ലാതെ വരികയും അത് പിന്നീട് ഒരു പ്രശ്നത്തിലേക്ക്, ഫണ്ട് ഷോർട്ടേജിലേക്ക് വരികയും ചെയ്തേക്കാം. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലും ഇത് നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു, അതായത് നമ്മുടെ ATM കോഡ് വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റിയിടുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ ബെറ്റർ ആവുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതൊരു കേസ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുകാർ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് തുടങ്ങിയവർക്കുള്ള ഒരു മെച്ചാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം കോൺട്രാക്ടേഴ്സിന് അവരുടെ പേയ്മെന്റ് ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഒരു ബില്ല് പാസ്സാകുമ്പോഴാണ്. അപ്പൊ ആ പേയ്മെന്റ് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 2 lakhs 3 lakhs 10 lakhs ഒക്കെ ഒറ്റയടിക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. പക്ഷെ അവർക്ക് ചെലവാണ് അവരുടെ എക്സ്പെൻസ്, അതായത് അവരുടെ ലേബേഴ്സിന് ഡെയിലി പേയ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസ്, അതൊക്കെ ഡെയിലി അവർക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പം ഇങ്ങനെ അവസരത്തിൽ അവർക്ക് ലഭിക്കുന്ന ബില്ല് പാസ്സായി കിട്ടുന്ന എമൗണ്ട് അവരുടെ കറണ്ട് അക്കൗണ്ടിൽ, ബിസിനസ്സുകാർ കറണ്ട് അക്കൗണ്ടാണ് സാധാരണ ചെയ്യുക. അപ്പൊ അവരുടെ കറണ്ട് അക്കൗണ്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ റിട്ടേൺ ലഭിക്കുന്നില്ല. അതേസമയം ആ എമൗണ്ട് അവരുടെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റിയിടുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഒരു നല്ല റിട്ടേൺ ലഭിക്കുകയും അത് ഒരു ആഡഡ് ഇൻകം ആയിട്ട് അവർക്ക് പരിഗണിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് മറ്റൊരു കേസ്. ഇതേപോലെ നമുക്ക് ചിന്തിച്ചാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പൊ നിങ്ങളുടെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു റിട്ടേൺ ഒരു പക്ഷേ നിങ്ങൾക്ക് ലിക്വിഡ് ഫണ്ട്സിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. So thank you one and all.